ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലോ? വെന്ത വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ പറയും. ഇത് 2 തേങ്ങ ചിരകിയതുണ്ട്. അത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അതിന് ഞാനിവിടെ ചൂടുവെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അധികം വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. അധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഉരുക്കിയെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് നമ്മളിത് അരിപ്പയിൽ വെച്ച് ഊറ്റിയെടുക്കുന്നുണ്ട്. എല്ലാ തേങ്ങയുടെ പാലും ഊറ്റിയെടുത്ത ശേഷം എന്താണെന്ന് വെച്ചാൽ ഇത് ഇനിയൊരു ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ഉരുക്കി എടുക്കണം. അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. പാലൊക്കെ പിഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചീനച്ചട്ടി നല്ല അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുറുകി എടുക്കണം. എന്നിട്ട് നല്ല കുറുകി കഴിയുമ്പോൾ അവസാനം വെളിച്ചെണ്ണയായിട്ട് കിട്ടും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടി കട്ടിയുള്ള പാത്രമാകുമ്പോൾ അടി പിടിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ചീനച്ചട്ടി നോക്കി എടുക്കാൻ പറയുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനിവിടെ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ മിക്സിയിൽ അരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. എന്നോട് വിട്ടുപോയി. ഞാനിപ്പോൾ ഇതാ മഞ്ഞൾ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതൊക്കെ കണ്ടില്ലേ, കളറൊക്കെ ചെറുങ്ങനെ ആയി വരുന്നുണ്ട്. നല്ലൊരു കളർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതാ ഇളക്കി പെട്ടെന്നൊന്നും ഇങ്ങനെ ആകത്തില്ല. കുറച്ച് ഇളക്കി കുറച്ച് ടൈം പിടിക്കും. അങ്ങനെ ഓരോരോ ഇളക്കലിലും കുറച്ച് ടൈം കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു ടെക്സ്ചർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വെളിച്ചെണ്ണ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുന്നത് നിർത്തണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, വെളിച്ചെണ്ണ ഊറി വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു എന്താ പറയുക, തേങ്ങയുടെ ആ ഒരു കട്ടിയുള്ള സംഭവമൊക്കെ വേർതിരിഞ്ഞ് തന്നെ നിൽക്കും. കണ്ടില്ലേ, വെളിച്ചെണ്ണ നല്ല മഞ്ഞ കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മഞ്ഞൾ ചേർത്തുകൊണ്ടാണത്. കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എണ്ണയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എന്നാൽ പോലും നമുക്ക് വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. തേങ്ങ ചിരകിയെടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. വേറെ മായൊന്നും ചേർക്കാത്ത ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും ഇത്. അപ്പോൾ നല്ലതാണ്. 1-2 തേങ്ങയ്ക്കൊക്കെ വളരെ കുറച്ച് വെളിച്ചെണ്ണ കിട്ടത്തുള്ളൂ. നിങ്ങളൊരു 5 തേങ്ങയെങ്കിലും എടുക്കുക. ഞാൻ പിന്നെ ഇത് തീർന്നിട്ട് ശേഷം വേണേൽ പിന്നെ ഉണ്ടാക്കാമല്ലോ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. ഞാൻ അങ്ങനത്തെ ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, അങ്ങനെ എൻ്റെ വെന്ത വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മക്കൾക്ക് ഉപയോഗിക്കാം. നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക, എന്നിട്ട് കുളിപ്പിച്ചെടുക്കുക. പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എന്നാൽ തേങ്ങ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.